അക്രമി യുവതിയെ ചവിട്ടി തള്ളിയിടുകയായിരുന്നുവെന്ന് യുവതിയുടെ സുഹൃത്ത്. തന്നെയും പ്രതി തള്ളിയിടാൻ ശ്രമിച്ചു. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമണമുണ്ടായതെന്നും യുവതിയുടെ സുഹൃത്ത്. ഞങ്ങൾ നിൽക്കുമായിരുന്നു, അപ്പൊ ചവിട്ടി തള്ളിയിടുവായിരുന്നു കുട്ടീനെ. എത്ര വയസ്സുള്ള ആളാണ്? 19. നിങ്ങൾ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു? ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു. അപ്പോഴാണ് ചവിട്ടി തള്ളിയിട്ടത്. ലേഡീസ് കമ്പാർട്ട്മെന്റ്? ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ലായിരുന്നു, ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിൽ ലേഡീസ് ജനറൽ കമ്പാർട്ട്മെന്റ്. ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളിയിടുമായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനമൊന്നും ഉണ്ടായി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല, പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു? എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല, ജനറൽ കമ്പാർട്ട്മെന്റ്. സിജോ വി ജോൺ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. സിജോ, ഇപ്പോൾ പറയുന്നതനുസരിച്ച് ജനറൽ കമ്പാർട്ട്മെന്റിൽ അതും യാതൊരു പ്രകോപനവും ഇല്ലാതെയൊക്കെ തള്ളിയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ആശങ്കാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? അതുപോലെ തുടർ നടപടികൾ എന്തായിരിക്കും? ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് ഇനിയും വ്യക്തത വരാനുണ്ട്. കാരണം ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. കാരണം ഈ പെൺകുട്ടിയെ ഇയാൾ ചവിട്ടി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, ചവിട്ടി വിട്ട് ദൂരത്തേക്ക് എറിയുകയാണ് ചെയ്തിരിക്കുന്നത്. അത്തരമൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. കാരണം അയാൾ ഇപ്പോഴും പറയുന്നത് താൻ അങ്ങനെ ചെയ്തിട്ടില്ല, താൻ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ് ആവർത്തിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. പ്രാഥമിക മൊഴിയെടുപ്പ് രേഖപ്പെടുത്തിയപ്പോഴും അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി ഇക്കാര്യത്തിലൊരു വ്യക്തത വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ വളരെ വൈകി നമ്മൾ റെയിൽവേയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് താനിത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഈ യുവതിയെ ചവിട്ടി ട്രെയിന് പുറത്തേക്ക് വിടുന്നതായി ആ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കണ്ടിട്ടുണ്ട്. അവരുടെ മൊഴിയുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ആ ബോഗിയിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് അവിടെ എത്തി ഇയാളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു സാഹചര്യ തെളിവുകളും ഒക്കെ ഉള്ള മൊഴികളൊക്കെ ഉൾപ്പെടെയുള്ളതിനാൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഏറെ ആശ്വാസകരമായ ഒരു കാര്യം ഈ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ വെന്റിലേറ്ററിലായിരുന്നു എന്നുള്ളതാണ് തുടക്കത്തിൽ ലഭിച്ചിരുന്ന വിവരം. എന്തായാലും രാത്രിയോടുകൂടി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ICU തുടരുകയാണ്. ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ളതിനാൽ 48 മണിക്കൂർ നിരീക്ഷണം വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അത് വലിയ ആശ്വാസകരമാണ്. എന്തായാലും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ സൗമ്യവാദം ഒക്കെ കണ്ടതാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തിനിടെ ഉണ്ടായ ആക്രമണത്തിൽ അന്നൊരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നത്. അതിനുശേഷം റെയിൽവേയിൽ പോലീസിൻ്റെയൊക്കെ സുരക്ഷയുണ്ട്, യാത്രക്കാർക്ക് പരമാവധി സുരക്ഷ നൽകുമെന്നൊക്കെ പറയുമ്പോഴും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു യുവതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഒന്നല്ല 2 പേർക്കെതിരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഒരു പെൺകുട്ടി ട്രെയിനിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. മറ്റൊരു പെൺകുട്ടി, കൂടെ ഉണ്ടായിരുന്ന കുട്ടി പറയുന്നത് അവർക്ക് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇയാൾ ബലം പ്രയോഗിച്ച് ഈ പെൺകുട്ടിയെയും കൂടി ട്രെയിനിന് പുറത്തേക്ക് എറിയാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. കമ്പിയിൽ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല എന്നെങ്കിൽ രണ്ടാമത്തെ ഈ പെൺകുട്ടിയുടെയും അവസ്ഥ ഇങ്ങനെ ആയി മാറുകയും ചെയ്യുമായിരുന്നു എന്നാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. സിജോ, ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും തിരക്കൊക്കെ ഉണ്ടാകും അത്യാവശ്യം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പെൺകുട്ടി സുഹൃത്തല്ലാതെ മറ്റാരെങ്കിലും ഈ സംഭവം കണ്ടിട്ടുണ്ടോ? യാത്രക്കാരുടെ എന്തെങ്കിലും പ്രതികരണമൊക്കെ ലഭ്യമായിട്ടുണ്ടോ? ഈ ചവിട്ടി പുറത്തേക്ക് തള്ളിവിടുന്നത് കണ്ടത് ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മാത്രമാണ്. മറ്റാളുകൾ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഈ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് ഇത് കാണുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം ഈ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി നിലവിളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നതിനെ തുടർന്ന് അതേ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ അങ്ങോട്ട് ഓടി വരികയാണ് ചെയ്തത്. പിന്നീട് ബലപ്രയോഗത്തിലൂടെ ഇയാളെ കീഴടക്കുകയാണ് ഉണ്ടായിരുന്നത്. വളരെ പ്രകോപനായി ഇയാൾ നിൽക്കുകയാണ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള സംബന്ധിച്ച കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യം ഈ പറയുന്ന ഈ പെൺകുട്ടിക്ക് അറിയില്ല. ഒന്ന്, ഈ കൂടെ അടുത്ത് നിന്ന പെൺകുട്ടി ഒരുപക്ഷെ ഈ പ്രകോപനത്തിന് കാരണം എന്താണെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ഇവരിൽ നിന്ന് ഈ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ സുഹൃത്ത് പറയുന്ന ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ 2 പേരും കൂടിയാണ് വാഷ്റൂമിൻ്റെ അടുത്തോട്ട് പോകുന്നത്. ഒരാൾ വാഷ്റൂമിലേക്ക് പോകുന്നു, ടോയ്ലറ്റിലേക്ക് കയറാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ വാതിലിനോട് ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടിയാണ് ഇയാൾ ചവിട്ടി
എറിയുന്നത്. ഇയാൾ മദ്യപിച്ചിരുന്നതാണ് ലഭിക്കുന്ന വിവരം. മെഡിക്കൽ പരിശോധനയ്ക്ക് ഉൾപ്പെടെ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ എന്തെങ്കിലും സംസാരിക്കുകയോ സ്വാഭാവികമായും മദ്യപിച്ച് നിൽക്കുന്ന ആളോട് എന്തെങ്കിലും അങ്ങനെ സംസാരിക്കുക എന്തെങ്കിലും ചെയ്തതിൻ്റെ അതിൽ പ്രകോപിതനായിട്ടാണോ എന്നുള്ള സംശയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും വിശദമായി തന്നെ പോലീസ് ഇന്നലെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ആ മൊഴിയുടെ വിവരങ്ങൾ വൈകാതെ തന്നെ നമുക്ക് ലഭ്യമാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഇയാളാണിത് ചെയ്തതെന്നുള്ളത് സംബന്ധിച്ച് ഈ അപകടത്തിൽപ്പെട്ട പരിക്കേറ്റ പെൺകുട്ടിയുടെ സുഹൃത്തിൻ്റെ മൊഴിയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് മറ്റു തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിൻ്റെ സാങ്കേതിക നടപടി എന്ന നിലയിൽ ഇയാളെ ട്രെയിനിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം വൈകാതെ തന്നെ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്.